നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നല്ല ചാമുള്ള ഒരു ജോബുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും റെലവൻ്റായ ഒന്നാണ് നഴ്സിംഗ് ജോബ്. നിങ്ങൾ ഈ വീഡിയോ കാണാനായി തമ്മിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് കണ്ടിട്ട് തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. നഴ്സിംഗ് ജോബ്സിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, അതൊരു ഗ്ലോബൽ ജോബാണ്, പാൻ ഗ്ലോബൽ ജോബാണ്. ലോകത്തെമ്പാടും ആവശ്യമുണ്ട് നേഴ്സസിനെ. പലരും പറയാറുണ്ട് നേഴ്സുമാരുടെ അല്ലെങ്കിൽ നേഴ്സിംഗ് കരിയറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അതിന് ഒരു അർത്ഥവുമില്ല എന്നുള്ളത് പറയാം. മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യന് രോഗങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളിടത്തോളം കാലം നമ്മളെ പരിചരിക്കാൻ, ശുശ്രൂഷിക്കുവാനുള്ള നേഴ്സസ് അല്ലെങ്കിൽ മാലാഖമാർ, ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്നവരില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നോബിളായിട്ടുള്ള, ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായ തൊഴിൽ മേഖലകളിൽ ഒന്ന് തന്നെയാണ് നഴ്സിംഗ് ജോബ്. അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റുകയുമില്ല. ഒരു രോഗാവസ്ഥ വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ, നമ്മൾ വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു നേഴ്സ് വന്നൊരു സമാധാന വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം തരുന്ന രീതിയിൽ ഒരു മരുന്നെടുത്ത് തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദന കുറയാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവിച്ചുള്ള റിലീഫ് ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനെ ഞാൻ ഒന്ന് അക്നോളജ് ചെയ്യുന്നു ഈ നിമിഷം. അതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിദേശത്ത് നല്ലൊരു അവസരം, ഓസ്ട്രിയയിലെ നേഴ്സുമാർക്ക് അവസരം നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അതും ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പോകാനുള്ള ഒരവസരം. അതായത് പല ഏജൻസികളും വിദേശ റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതങ്ങനെയൊന്നും പേടിക്കാതെ സർക്കാർ സംവിധാനം, ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഓസ്ട്രിയയിൽ പോയി നേഴ്സായി അവിടെ ജോലിയിൽ പ്രവേശിക്കാനുള്ള നല്ലൊരു അവസരം. വീഡിയോയിൽ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുക, തരുന്ന വെബ്സൈറ്റ് ലിങ്കുകളൊക്കെ വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഒരു സംവിധാനം, അല്ലെങ്കിൽ വിദേശ പഠനത്തിന് വേണ്ടി പോകുന്നവർക്കും വിദേശത്ത് തൊഴിലന്വേഷിച്ച് പോകുന്നവർക്കും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ, നല്ല അവസരങ്ങൾ കണ്ടെത്തി അതിന് സുരക്ഷിതമായി അവർക്ക് ആ അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഓഡെപെക് എന്നുള്ളത്. അപ്പോൾ ഈ ഓഡെപെക് എന്ന് പറയുന്ന വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷങ്ങളായിട്ട് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വിദേശ തൊഴിലവസരങ്ങൾ, വിദേശ പഠനാവസരങ്ങൾ, ഇത് രണ്ടും നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സുപ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഓഡെപെക് എന്ന് പറയുന്നത്. അതൊരു സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ ഇവരാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ ഒഴിവുകൾ ഓസ്ട്രിയയിലാണുള്ളത്. ഇതിനകത്ത് ജർമ്മൻ ലാംഗ്വേജ്, ഓസ്ട്രിയയിലെ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്ക് ഒരുപാട് പരിഗണനയുണ്ട്. അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജിലെ ഏതെങ്കിലും ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിനകത്ത് ആദ്യ പരിഗണന അവർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വേണം. അതിനോടൊപ്പം ജർമ്മനിലുള്ള പരിജ്ഞാനമുണ്ട് എങ്കിൽ അവർക്കൊരു ഓൾറെഡി ഒരു പരിഗണന കിട്ടും. അതല്ല എങ്കിലും ഉള്ള അവസരങ്ങളുണ്ട്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ബേസിക് ഒരു ഗ്രാജുവേഷൻ ഇൻ നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് നഴ്സിംഗ് ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു ലെവൽ ട്രെയിനിങ് നിങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സമയത്ത് അവരൊരു പരിഗണന നിങ്ങൾക്ക് അഡീഷണൽ തരാൻ സാധ്യതയുണ്ട്. അല്ലാത്തവരെയും പരിഗണിക്കും. നല്ല മാർക്കൊക്കെ ഉണ്ട്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അവരുടെ ആദ്യ ലെവൽ സ്ക്രീനിങ്ങിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സെലക്റ്റഡ് ആകാൻ സാധിക്കും. അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് അറിയുക എന്നുള്ളത് ഒരു പ്രീ റിക്വസിറ്റ് അല്ല. അത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. പലരും തെറ്റിദ്ധരിക്കും ജർമ്മൻ ലാംഗ്വേജ് അറിയാമെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോ, അങ്ങനെയല്ല. ജർമ്മൻ അറിയാവുന്നവർക്കൊരു മുൻഗണന കിട്ടുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു നഴ്സിംഗ് ഗ്രാജുവേഷൻ, ഡിഗ്രി ഇൻ നഴ്സിംഗ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് B1 ജർമ്മനിലെ B1 ലെവൽ ഗ്രേഡ് കിട്ടുന്നതിനുള്ള പരിശീലനം ഓഡെപെക് തന്നെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരും. പണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വെച്ച്, നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് ആദ്യത്തെ ലെവലിൽ ഇവരുടെ സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ B1 ജർമ്മൻ ഓഡെപെക് തന്നെ സൗജന്യമായി സർക്കാർ ചെലവിൽ നിങ്ങളെ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ ഓസ്ട്രിയയിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലിയിൽ കയറാനുള്ള അവസരമുണ്ട്. ഈ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ B2 സർട്ടിഫിക്കേഷൻ എടുക്കാം. ഈ B2 ലെവൽ പരീക്ഷ നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അവിടെ കിട്ടും. രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നിങ്ങൾക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ
സാധിക്കും. ഓസ്ട്രേലിയയിൽ തന്നെ. ഓസ്ട്രിയ ആണെന്ന് ഓർത്തോണേ, ഓസ്ട്രേലിയ അല്ല. ഓസ്ട്രിയ ഇസ് ഇൻ യൂറോപ്പ്. ഓസ്ട്രേലിയ വേറൊരു കോണ്ടിനെൻ്റാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലുള്ള ഓസ്ട്രിയയെക്കുറിച്ചാണ്, ഓസ്ട്രേലിയ അല്ല. തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് B2 ലെവൽ അവിടുന്ന് ഏൺ ചെയ്ത ശേഷം അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനി എലിജിബിലിറ്റിയെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു നേഴ്സിംഗ് ഗ്രാജുവേഷൻ വേണം, BSc നഴ്സിംഗ് വേണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. 1 വർഷത്തെ 2 വർഷത്തെ ഒന്നും എക്സ്പീരിയൻസ് ആവശ്യമേ ഇല്ല. നിങ്ങളൊരു BSc നഴ്സിംഗ് കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കിതിൽ അവസരമുണ്ട്. ഒറ്റ കാര്യം, BSc നഴ്സിംഗ് വേണം, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, 30 വയസ്സ് ക്രോസ് ചെയ്യരുത്, 30 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ശമ്പളം എക്സലൻറ്റ് സാലറി സ്കെയിലാണ്. 2.2 മുതൽ 3.5 ലക്ഷം രൂപ മാസ ശമ്പളം നിങ്ങൾക്ക് ഓസ്ട്രിയയിൽ ലഭിക്കും. ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോഴത്തെ ശമ്പളമാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ 2.2 മുതൽ 3.5 ലക്ഷം വരെയാണ് മാസ ശമ്പളം നിങ്ങൾക്ക് വരിക. ഇനി ആപ്ലിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ, അതായത് A1 A2 അല്ലെങ്കിൽ B1 B2 അങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉൾപ്പെടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന ഇമെയിൽ ID-യിലേക്ക് ഷൂട്ട് ചെയ്യുക. ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായി അവരുടെ ഒരു മൊബൈൽ നമ്പർ ഉണ്ട്, അവരുടെ ഒരു ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ അവസരം കൂടാതെ മറ്റു പല അവസരങ്ങളും ഉണ്ടാകാം. ആ അവസരങ്ങളുമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ശ്രദ്ധ ഒന്ന് ചെലുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ. ഈ അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നഴ്സിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അവസരങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.